जरा सा झूम लूं मैं करना रे ना रे ना जरा सा घूम लूं मैं करना रे ना रे ना अब तुझे झूम लूं मैं करना रे बाबा ना हो गया मुझे नशा रब्बा मेरे मैनू बचा रू 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 അനുഷ്ക, എന്താ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലൊക്കെ നിന്ന് പാടാൻ. ഈ ഡ്രസ്സും അമ്മയാണോ തയ്ച്ചേ? അല്ല അല്ല, ഷാനിക്ക, അമ്മ തയ്ക്കാത്ത ഒരു ഡ്രസ് ഇട്ടിട്ട് അനുഷ്ക ദാ ഫ്ലോറിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇതെവിടുന്നാ? ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട് തന്നതാ. അപ്പൊ എന്തായാലും ചോദിക്കാം, വിജയ് ചേട്ടാ. അനുഷ്ക, യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ. സോ അമ്മയുടെ ഫ്രണ്ടിന്റെ അടുത്തൊരു വലിയ താങ്ക്സ് പറയാം അല്ലേ. അതെ, ബൂട്ട്സും ഒക്കെ. സോങ് കുറച്ച് പഴയ ഒരു കാലത്തെ ഒരു സോങ് ആണെങ്കിലും സ്റ്റിൽ ഒരു സ്റ്റൈലിഷ് ഒരു സോങ് ആയിരുന്നു. സോ ഐ തിങ്ക് വെരി ആപ്റ്റ് കോസ്റ്റ്യൂം. ആൻഡ് അനുഷ്ക നന്നായിട്ട് പാടിയത്. താങ്ക് യു യു സർ. ലൈക്ക് ഹിന്ദി സോങ്സ് യെസ് കൂടുതൽ? സീംസ് ലൈക്ക് വെരി കംഫർട്ടബിൾ വിത്ത് ഹിന്ദി. ആൻഡ് ഹിന്ദി സോങ്സ് പൊതുവെ ഇഷ്ടമാണെന്ന് മനസ്സിലായി പാടിയപ്പോൾ തന്നെ. ആ ഒരു കാലത്തുള്ള ഈ സോങ്സ് ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ പ്രായത്തിലുള്ളവർ ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് യു ഏബിൾ ടു പെർഫോം ഇറ്റ് സോ വെൽ. സോ ഇറ്റ് വാസ് ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു All the സർ. best. താങ്ക് യു വിജയ് ചേട്ടാ. ശരത് സർ. ഹായ് മോളെ. ഹായ് സാർ. നല്ല വേഷം മോളെ. നല്ല ഗ്രേസ് ഉണ്ട് മോള് ചെയ്യുന്ന കാണാൻ കേട്ടോ. ചമ്മന വേണ്ട, ചുമ്മാ ചെയ്യണം. നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ ചെയ്തില്ല പിന്നെ ഇപ്പൊ ചെയ്യാനാ. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. അപ്പൊ എനിക്ക് ഈ സറാസ ജൂമുലൂമ കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? जरा सा घूम लूं ആ ജൂമ അത് കഴിഞ്ഞിട്ട് आ तुझे झूम लूं मैं അയ്യേ വച്ചേ അതങ്ങോട്ട് പറഞ്ഞേ. ആദ്യം തൊട്ട് ലിറിക്ക് പറയൂ. जरा सा झूम लूं मैं ജൂമുലൂമേ. अरे नारे नारे ना जरा सा घूम लूं मैं जरा सा घूम लूं मैं ജറാസ അല്ല, ജറാസ. जरा सा घूम लूं मैं अरे नारे नारे ना ആ സെക്കൻഡ് അതൊന്ന് പാടാമോ? जरा सा झूम लूं मैं अरे नारे नारे ना जरा सा घूम लूं मैं अरे नारे नारे ना ആ മോളെ അത് നീ ആ താ എന്നുള്ള നോട്ട് പെർഫെക്റ്റ് ആയിരിക്കണോടാ. അത് വന്ന് വീണ ആദ്യമൊക്കെ കുഴപ്പമായിരുന്നു അത് കേട്ടോ. അതുപോലെ ലാസ്റ്റ് ചരണത്തിന്റെ ഫസ്റ്റ് ഹാഫ് മോക്ക് ശ്രുതി കുറച്ച് ആടി ഉലഞ്ഞിരുന്നു. മക്കൾക്ക് അത് ഫീൽ ചെയ്തോ? എന്നാ നമുക്കതൊന്ന് നേരെ പാടിയാലോ? जाती है तू कहा जाने मन जाने जा लड़की है तू खूबसूरत लड़का मैनू जवान. ആ നമ്മളെ ഇപ്പോഴും ഒന്ന് ഷാറ്റേഡ് ആണ് ശ്രുതിയുടെ കാര്യത്തിൽ. നമ്മൾ ഒന്നും കൂടെ ഒന്ന് കൃത്യമായിട്ട് പാടാമോ? जाती है तू कहा जाने मन जाने जा लड़की है तू खूबसूरत लड़का मैनू जवान. ഓക്കെ, ഇപ്പൊ ഒരു മനസമാധാനമുണ്ട് കേട്ടോ. അപ്പൊ മോളെ ഇതൊക്കെ ഉള്ളു, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പൊ ഒരു മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. ഓടി ഡാൻസേഴ്സ് ഒക്കെ പുറകെ കിടന്ന് കാണിച്ചൊക്കെ കണ്ടോ? ആ ആണുങ്ങളൊക്കെ നിലത്ത് കിടന്ന് ഉരുളുകാരും. കാരണം ഇപ്പൊ ഫ്ലോർ നല്ല ക്ലീൻ ആയില്ലേ? ഏതാണ്ട്. മക്കളെ എന്തൊക്കെയായാലും നന്നായിരുന്നു കേട്ടോ. അമ്മ തയ്ക്കൂ. ഇപ്പൊ ഷാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എല്ലാം ഇവിടെ വന്ന് പാടുന്ന എല്ലാ കോസ്റ്റ്യൂമും അമ്മ തയ്ച്ച് റെഡിയാക്കി കൊടുക്കുന്നതാണ്. അനുഷ്കയുടെ മാത്രല്ല, ആ ലോകത്തുള്ള എല്ലാവരുടെയും. മളെ ഞങ്ങളുടെയൊക്കെ സൈസ് തരാം കേട്ടോ. മെഷർമെന്റ്സ് തരാന്ന്. നമുക്ക് ഓരോ ഉടുപ്പൊക്കെ തയ്ച്ചു തരാൻ പറ. ഇതുപോലത്തെ പിന്നെ ഉറപ്പായിട്ടും ഇതുപോലത്തെയാണോ? ഇതുപോലത്തെ വേണ്ട. അല്ല ഇതുപോലത്തെയാണോ? അതുപോലത്തെ ആണെങ്കിൽ കുറച്ച് പാടുപെടും. എന്തൊക്കെയാലും മോളെ അത്ര ഉള്ളടാ. അതൊക്കെയാലും ഒരു രസമായിരുന്നു മോടെ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അനുഷ്ക നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. എടുത്ത് പറയേണ്ടത് ആ സെക്കൻഡ് ചരണത്തിലെ ജാതി ഹെ തു. ജാന്നുള്ളൂ, വളരെ സിമ്പിളാണ്. ജാതി അത്ര മോൾ പെട്ടെന്ന് എന്തോ ഒരു പവർ കൊടുത്തിട്ട് ജ വരുന്ന പോലെ ഉണ്ട്. അത് ജസ്റ്റ് ജ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ലടുക്കാമേ നോജവാൻ കേട്ടോ. അതിനൊരു നോ ഉള്ളൊരു ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അബദ്ധം കാണിച്ചിട്ട് അവിടെയുള്ള ആളുകൾ ചിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന്
ചിരിച്ചു വിടുന്നത്. ചിരിച്ച് കണ്ടീഷൻ ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പക്ഷെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ പ്രൊണൗൺസിയേഷൻ ഡിക്ഷൻ ഒക്കെ നല്ലതായിരുന്നു. എനിക്കത് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു സർ. എനിക്കിതാണ് ആ അനുപല്ലവിയിലെ സെക്കൻഡ് ചരണത്തിലെ ഇപ്പം പാടിപ്പിച്ച ആ ഒരു പോർഷൻ അതിങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ എനിക്കും തോന്നി കുറച്ചുകൂടെ ആക്ടിവിറ്റി. ഇനിയിപ്പോൾ ആ ഡ്രസ്സ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കീറിപ്പോവോ? മോളെ കംഫർട്ടബിൾ ആണോ ആ ഡ്രസ്സ്? ആണോ? കാരണം ഇങ്ങനെ ഒരു സാധനം തയ്പ്പിച്ചിട്ട് അതിനകത്തോട്ട് അനുഷ്ക ഫിറ്റ് ചെയ്തതുപോലെ ഉണ്ട്. മക്കളൊരു PVC പൈപ്പിനകത്ത് ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അതാ ചോദിച്ചത്. അതെ. മോളെ ഓക്കെ ആണോ? കാലും കൈയൊക്കെ അനക്കാമോ? കാലിങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കൂ. ഫാന്റാസ്റ്റിക്. മതി മക്കളെ, അധികം വേണ്ട. അമേസിങ്. അപ്പം എനിക്ക് അതാണ് കാരണം പുറകിൽ എന്താന്ന് പറയാ, പുറകിൽ ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു, വൻ ആക്ടിവിറ്റീസ് ആയിരുന്നു പുറകിൽ. അപ്പം ഇതാണെങ്കിൽ കുറച്ചൊരു ആക്റ്റീവായിട്ട് പാടേണ്ട ഒരു പാട്ട് കൂടിയാണ്. അപ്പം മോള് മാത്രം ഇങ്ങനെ നിന്ന് വലിയ ആക്ഷനൊന്നും ഇല്ലാതെ പാടുന്നത് കാണുമ്പോൾ ഒരിത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. അനുഷ്ക, മാത്സ് ചോദിക്കാം. ശരത് സാർ, മോക്ക് ഞാനൊരു 8 മാർക്ക് തരുന്നു. താങ്ക് യു സാർ. ഷാനിക്ക, മോള് ഒരുവിധം ഈ പറഞ്ഞ പോലെ ഡിക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തത് കൊണ്ട് ഞാനൊരു 8.5 തരുന്നു. താങ്ക് യു ഷാനിക്ക. കൺസിസ്റ്റന്റ് ആണല്ലോ ഷാൻ. ഏറെക്കുറെ. വിജയ് ചേട്ടാ 8. ഓക്കെ, വിജയുടെ മാർക്കിലാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ടോട്ടൽ 16.5 മാർക്സ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga sa sa